അടുത്ത തവണ നിങ്ങൾക്ക് കുറച്ചധികം പഴുത്ത മാങ്ങ കിട്ടുകയാണെങ്കിൽ ഈ ഒരു ഐറ്റം ഉറപ്പായും ഉണ്ടാക്കി നോക്കണേ. ഇത് വെറും മാങ്ങയായി തന്നെ കഴിച്ചാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ തീരും. എന്നാൽ ഇതൊരു സ്വീറ്റാക്കി മാറ്റിയാലോ കുറേ ദിവസം നിൽക്കും. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങാത്തിരയാണ് കേട്ടോ. ഞാനിതിനിട്ട പേര് മാംഗോ ഷീറ്റ്സ് എന്നാണ്. പല നാട്ടിലും പല പേരാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താന്ന് പറയണേ. അപ്പൊ ആദ്യം തന്നെ നല്ല പഴുത്ത മാങ്ങ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകുക. അതിൻ്റെ ആ ഞെട്ടിൻ്റെ ഭാഗത്തൊക്കെ കറുപ്പ് കളറിലൊരു സംഭവം ഉണ്ടാവും. അതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി ഞാൻ കഴുകുന്നുണ്ട്. കഴുകി വൃത്തിയാക്കി ഈ മാങ്ങാനി നമുക്ക് പൾപ്പ് മാത്രമായിട്ട് ഇതിനെടുക്കണം. മാങ്ങ നന്നായിട്ട് മുറിച്ചതിന് ശേഷം ഇതിൻ്റെ പൾപ്പ് മാത്രമായിട്ട് ഞാൻ എടുക്കുക. അതൊരു എളുപ്പവഴി ഞാൻ കാണിച്ചു തരാം. ചെത്തിയെടുത്ത മാങ്ങേൻ്റെ ഒരു കഷ്ണം എടുത്ത് ഒരു സ്പൂൺ ഉപയോഗിച്ചത് അങ്ങനെ സ്കൂപ്പ് ചെയ്ത് എടുക്കുക. അപ്പോൾ ആ പൾപ്പും അതിൻ്റെ തൊലിയും വേർതിരിച്ച് ഈസി ആയിട്ട് എടുക്കുക. ഇങ്ങനെ തന്നെ ഞാൻ എല്ലാ കഷ്ണങ്ങളും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. നല്ല പൾപ്പായിട്ട് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുപ്പത്ത് ഒരു ചട്ടി വെച്ചിട്ട് ഈ പൾപ്പ് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് കൈ എടുക്കാണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക കേട്ടോ. ഇതൊരു തരം ജെൽ ഫോർമാറ്റിലേക്ക് ആയി വരുന്ന വരെ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചേർക്കുന്നത് പഞ്ചസാരയാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം. അധികം ചേർത്തേണ്ട, പഞ്ചസാര അത്ര നല്ലതല്ല. പിന്നെ ഞാൻ ഇത്തിരി സ്പൈസി ആവാൻ വേണ്ടി ഇത്തിരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വേണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. എനിക്ക് കുറച്ച് സ്പൈസി ആയിരിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇത്തിരി മുളക് പൊടി ചേർത്തത്. വേറെ ഒന്നും ചേർക്കാനില്ല, ഇത്ര മാത്രം മതി. അപ്പം നമ്മൾ ഇളക്കും തോറും ഇതൊരു ജെൽ ഫോർമാറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കും. മാങ്ങ നന്നായിട്ട് വെന്തുടഞ്ഞു കഴിഞ്ഞാൽ അതാ ഇങ്ങനത്തെ ഒരു പ്ലേറ്റ്, ഒരു വലിയ പ്ലേറ്റ്, അടി പരന്നൊരു വലിയൊരു പ്ലേറ്റ് എടുത്തിട്ട് ചെറുതായിട്ട് വെളിച്ചെണ്ണ അത് പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ മാംഗോ ജെൽ ഒഴിക്കുക. എന്നിട്ട് ഇതൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അധികം കട്ടി വേണ്ട, പക്ഷെ അധികം തിന്നും ആവാത്തൊരു മീഡിയം തിക്നെസ്സിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് പരത്തി നന്നായിട്ട് എല്ലായിടത്തും എത്തുന്നത് പോലെ സെറ്റ് ചെയ്ത് മാറ്റി വെക്കുക. ഇത് നല്ല വെയിലുള്ളിടത്തേക്ക് കൊണ്ടുവയ്ക്കുക. ഈ പാത്രം ജസ്റ്റ് വെയിലത്ത് കൊണ്ടുവയ്ക്കുക. നല്ല വെയിൽ വേണം കേട്ടോ, എന്നാലേ നന്നായിട്ട് ഉണങ്ങി കിട്ടുള്ളൂ. ഉണങ്ങിയതിന് ശേഷം ഇത് ഒരു ദിവസമായിട്ടുള്ള മാങ്ങാത്തീരയാണ്. 2 ദിവസം വരെ വെച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായി കിട്ടും. ഞാൻ ഒരു ദിവസം വെച്ചിട്ടുള്ളൂ, നിങ്ങൾ 2 ദിവസം വെക്കണം കേട്ടോ. ഒരു ദിവസം വെച്ചപ്പോൾ തന്നെ കണ്ടോ നല്ലൊരു ജെല്ലി ഷീറ്റായി മാറിയിട്ടുണ്ട്. അപ്പം ഇത്തിരി മുളക് പൊടി ചേർത്തുകൊണ്ട് സ്പൈസിയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളിത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി കഴിച്ച് നോക്കണം. അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ. നാച്ചുറൽ സ്വീറ്റാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊരു നാച്ചുറൽ മാംഗോ ഫ്രൂട്ട് ലെതറാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ഒരു പരമ്പരാഗത വിഭവമാണ്. പഴുത്ത മാങ്ങയിൽ സ്വാഭാവികമായി വിറ്റാമിൻ എ, വിറ്റാമിൻ സി എന്നിവ അടങ്ങിയിട്ടുണ്ട്. വീട്ടിൽ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ കൃത്രിമമായിട്ടുള്ള നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഒഴിവാക്കാനും കഴിയും. എന്നാൽ മാങ്ങയിൽ സ്വാഭാവിക പഞ്ചസാര കൂടുതലുള്ളതിനാൽ മിതമായ അളവിൽ മാത്രം ഉപയോഗിക്കാം കേട്ടോ. ഷുഗർ ഒക്കെ ഉള്ളവരാണെങ്കിൽ പഞ്ചസാര പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് വെറും മാങ്ങ ആയിട്ട് തന്നെ ഇത് കഴിക്കാൻ പറ്റും. കേരളത്തിൽ ഇതിൽ ഒരുപാട് പേരുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ വിളിക്കാന്ന് പറയണം കേട്ടോ. മാങ്ങാത്തിര, മാങ്ങാത്തേര്, മാങ്ങാ അടി, പിന്നെ ആംപപ്പട, അങ്ങനെ വേറെ എന്തൊക്കെയോ പേരുണ്ട്. കമന്റിൽ തീർച്ചയായിട്ടും എഴുതൂ നിങ്ങളുടെ നാട്ടിലെ പേരെന്താണെന്ന്. ഇത്തരം മഴക്കാല വിഭവങ്ങളും മറന്നു പോകുന്ന പാചക രീതികളും ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.